ഹായ് ചിൽഡ്രൻ, വെൽക്കം ടു അവർ ചാനൽ ലേൺ തിങ്ക് ആൻഡ് ഗ്രോ. 1 മുതൽ 7 വരെയുള്ള ക്ലാസ്സുകളുടെ വീഡിയോകൾ നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. ഓരോ ക്ലാസ്സുകളുടെയും വീഡിയോകൾ ചാനൽ പ്ലേലിസ്റ്റിൽ അവൈലബിൾ ആണ്. ഓരോ ക്ലാസ്സുകളുടെയും പ്ലേലിസ്റ്റ് ലിങ്കുകൾ വീഡിയോയുടെ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകിയിട്ടുണ്ട്. ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ചാനലിൻ്റെ ഇമെയിൽ ഐഡിയും വാട്സാപ്പ് നമ്പറും കൊടുത്തിട്ടുണ്ട്. ഏതെങ്കിലും ക്ലാസ്സുകൾ ലഭിക്കുന്നില്ല എങ്കിൽ വാട്സാപ്പിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. ഇനി നമുക്ക് വീഡിയോയിലേക്ക് പോകാം. യൂണിറ്റ് 2, 1 child, 1 teacher, 1 pen and 1 book can change the world. Activities. Activity 1. Each sentence given below is followed by 3 statements. One of them is directly related to the sentence. Put a tick mark against the appropriate statement. താഴെ തന്നിരിക്കുന്ന സെന്റൻസിനോട് യോജിക്കുന്ന സ്റ്റേറ്റ്മെന്റ് ഏതാണെന്ന് കണ്ടെത്തി ടിക്ക് മാർക്ക് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. ആദ്യത്തേത് നോക്കാം. മലാല ഡേ ഇസ് ദ ഡേ ഓഫ്. മലാല ഹെർസെൽഫ്, യുണൈറ്റഡ് നേഷൻസ് ഓർഗനൈസേഷൻ, എവരി വുമൺ, എവരി ബോയ് ആൻഡ് എവരി ഗേൾ who have raised their voice for their rights. ഏതാണ്? മലാല ഡേ ഈസ് ദ ഡേ ഓഫ് എവരി വുമൺ, എവരി ബോയ് ആൻഡ് എവരി ഗേൾ who have raised their voice for their rights. പാഠത്തിൽ പറഞ്ഞിട്ടില്ലേ? അതേ സെന്റൻസ് തന്നെയാണ് തന്നിരിക്കുന്നത്. മലാല ഡേ എന്ന് പറയുന്നത് തങ്ങളുടെ അവകാശങ്ങൾ നേടിയെടുക്കുന്നതിനായി ശബ്ദമുയർത്തുന്ന എല്ലാ സ്ത്രീകളുടെയും എല്ലാ ആൺകുട്ടികളുടെയും പെൺകുട്ടികളുടെയും ദിവസമാണ്. അടുത്തത് നോക്കൂ. അക്കോർഡിംഗ് ടു മലാല, വൺ ഓഫ് അവർ പവർഫുൾ വെപ്പൺസ് ഈസ് ദ സോഡ്, ദ പെൻ, ദ ഗൺ. ഏറ്റവും ശക്തമായിട്ടുള്ള ആയുധം ഏതാണെന്നാണ് മലാല പറയുന്നത്? ദ പെൻ. പെന്നാണ്, പേനയാണ് വാളിനേക്കാൾ പവർഫുൾ ആയിട്ടുള്ള ആയുധം എന്നാണ് മലാല പറഞ്ഞത്. അടുത്തത് നോക്കൂ. മലാല ഈസ് ഫോക്കസിംഗ് ഓൺ വിമൻസ് റൈറ്റ്സ് ആൻഡ് ഗേൾസ് എഡ്യൂക്കേഷൻ ബിക്കോസ്. സ്ത്രീകളുടെ അവകാശങ്ങൾ നേടിയെടുക്കുന്നതിനും പെൺകുട്ടികളുടെ വിദ്യാഭ്യാസത്തിനുമായിട്ടാണ് മലാല കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത്. കാരണം എന്താണ്? They are suffering the most, they are very powerful, they are the major group in the society. ഏതാണ്? They are suffering the most. അവരാണ് കൂടുതലായി കഷ്ടപ്പെടുന്ന വിഭാഗം. അടുത്തത് നോക്കൂ. മലാല സ്പീക്സ് ഫോർ ഹെർസെൽഫ്, നോട്ട് ഫോർ ഹെർസെൽഫ് ബട്ട് ഫോർ ഓൾ ബോയ്സ് ആൻഡ് ഗേൾസ്, ഫോർ ഹെർ കൺട്രി. ഏതാണ്? മലാല ആർക്കു വേണ്ടിയാണ് സംസാരിക്കുന്നത്? അവൾക്ക് വേണ്ടിയാണോ? അല്ല. നോട്ട് ഫോർ ഹെർസെൽഫ് ബട്ട് ഫോർ ഓൾ ബോയ്സ് ആൻഡ് ഗേൾസ്. അവൾക്ക് വേണ്ടിയല്ല, പിന്നെയോ എല്ലാ ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും വേണ്ടിയാണ് മലാല സംസാരിക്കുന്നത്. ആക്ടിവിറ്റി 2. റീഡ് ദ ഫോളോയിങ് ഫേമസ് കോട്ട്സ്. പ്രശസ്തരായ ചില ആളുകൾ പറഞ്ഞ വാക്കുകളാണ് തന്നിട്ടുള്ളത്. എഡ്യൂക്കേഷൻ ഈസ് ദ മോസ്റ്റ് പവർഫുൾ വെപ്പൺ വിച്ച് യു ക്യാൻ യൂസ് ടു ചേഞ്ച് ദ വേൾഡ്. പറഞ്ഞതാരാണ്? മണ്ടേല. എന്താണ് പറഞ്ഞത്? ലോകത്തെ മാറ്റാൻ നിങ്ങൾക്ക് ഉപയോഗിക്കാൻ കഴിയുന്ന ഏറ്റവും ശക്തമായ ആയുധമാണ് വിദ്യാഭ്യാസം എന്നാണ് മണ്ടേല പറഞ്ഞിരിക്കുന്നത്. അടുത്തതാരാണ്? വ്ളാഡിമിർ പുടിൻ. ടെററിസം ഹാസ് നോ നാഷണാലിറ്റി, നോ റിലീജിയൻ. തീവ്രവാദത്തിന് ദേശീയതയില്ല, മതവുമില്ല. അടുത്തത് ജോർജ് കാർലിൻ. എന്താ പറഞ്ഞിരിക്കുന്നത്? മെൻ ആർ ഫ്രം എർത്ത്, വിമൻ ആർ ഫ്രം എർത്ത്, ഡീൽ വിത്ത് ഇറ്റ്. പുരുഷന്മാരും സ്ത്രീകളും ഭൂമിയിൽ നിന്നുള്ളവരാണ്. എന്താണ് അതിൽ നിന്ന് മനസ്സിലാവുന്നത്? സമത്വമാണ്, ഇക്വാളിറ്റി. അടുത്തത് ഹാരിയറ്റ് ടബ്മൻ. എന്താണ് പറഞ്ഞിരിക്കുന്നത്? ഓൾവേസ് റിമെമ്പർ യു ഹാവ് വിത്തിൻ യു ദ സ്ട്രെങ്ത്, ദ പേഷ്യൻസ് ആൻഡ് ദ പാഷൻ ടു റീച്ച് ഫോർ ദ സ്റ്റാർസ് ടു ചേഞ്ച് ദ വേൾഡ്. എന്താണ് പറഞ്ഞിരിക്കുന്നത്?
ലോകത്തെ മാറ്റാനും നക്ഷത്രങ്ങളുടെ അത്രയും ഉയരത്തിലേക്ക് എത്തിച്ചേരാനുമുള്ള കരുത്തും ക്ഷമയും അഭിനിവേശവും നിങ്ങളുടെ ഉള്ളിൽ തന്നെ ഉണ്ടെന്ന് എല്ലായ്പ്പോഴും ഓർക്കുക എന്നാണ് ഹാരിയറ്റ് ടബ്മാൻ പറയുന്നത്. നൗ റീഡ് മലാലാസ് വേർഡ്സ് ഇൻ ദ സർക്കിൾസ് ഗിവൺ ബിലോ. Try to pick out the chords which carry similar ideas to that of Malala's words from the balloons. Write the name of the person who has made the corresponding chord in the box given. നോക്കൂ, താഴെ കുറെ സർക്കിളിൽ മലാല പറഞ്ഞ വാചകങ്ങൾ എഴുതിയിട്ടുണ്ട്. അതിനോട് സാമ്യമുള്ള വാചകങ്ങൾ ബലൂണിൽ നിന്ന് കണ്ടെത്തുക. എന്നിട്ടത് പറഞ്ഞതാരാണോ അയാളുടെ പേര് താഴെ തന്നിട്ടുള്ള ബോക്സിൽ എഴുതണം. ആദ്യത്തെ സർക്കിളിലുള്ളത് വായിച്ചു നോക്കാം. വി കോൾ അപ്പോൺ ഓൾ ഗവൺമെന്റ്സ് ടു ഫൈറ്റ് അഗൈൻസ്റ്റ് ടെററിസം ആൻഡ് വയലൻസ്. തന്നിട്ടുള്ള ബലൂണുകളിലേക്ക് നോക്കി ആരാണ് ടെററിസത്തെ കുറിച്ച് പറഞ്ഞിട്ടുള്ളതെന്ന് കണ്ടെത്താം. ആരാണ് പറഞ്ഞത്? ടെററിസം ഹാസ് നോ നാഷണാലിറ്റി, നോ റിലീജിയൻ. തീവ്രവാദത്തിന് ദേശീയതയും മതവുമില്ല. പറഞ്ഞതാരാണ്? വ്ളാഡിമിർ പുടിനാണ്. അപ്പോൾ അവിടെ എഴുതേണ്ടത് ആരുടെ പേരാണ്? വ്ളാഡിമിർ പുടിൻ. അടുത്തത് നോക്കൂ. എ ഡീൽ ദാറ്റ് ഗോസ് അഗൈൻസ്റ്റ് ദ ഡിഗ്നിറ്റി ഓഫ് വിമൻ ആൻഡ് ദെയർ റൈറ്റ്സ് ഈസ് അൺഅക്സെപ്റ്റബിൾ. എന്താണ് പറഞ്ഞിരിക്കുന്നത്? സ്ത്രീകളുടെ അവകാശത്തെയും അന്തസ്സിനെയും ഹനിക്കുന്ന തരത്തിലുള്ള ഒരു ഡീലും സ്വീകാര്യമല്ല എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അവിടെ എന്താണ് ഉദ്ദേശിക്കുന്നത്? ഇക്വാളിറ്റി ആണല്ലേ. മെൻ ആർ ഫ്രം എർത്ത്, വിമൻ ആർ ഫ്രം എർത്ത്, ഡീൽ വിത്ത് ഇറ്റ്. ജോർജ് കാർലിനാണ് പറഞ്ഞിരിക്കുന്നത്. ജോർജ് കാർലിൻ. അടുത്തത് നോക്കൂ. വി കോൾ അപ്പോൺ അവർ സിസ്റ്റേഴ്സ് അറൌണ്ട് ദ വേൾഡ് ടു എംബ്രേസ് ദ സ്ട്രെങ്ത് വിത്തിൻ ദംസെൽവ്സ്. തങ്ങളുടെ ഉള്ളിലുള്ള ശക്തിയെ പുറത്തെടുക്കാൻ ലോകമെമ്പാടുമുള്ള സഹോദരിമാരോട് പറയുന്നതാണ്. ഇതിനോട് യോജിക്കുന്ന തരത്തിലുള്ള വാക്കുകൾ ആരുടേതാണ്? ഹാരിയറ്റ് ടബ്മാൻ പറഞ്ഞതാണ്. ഓൾവേസ് റിമെമ്പർ യു ഹാവ് വിത്തിൻ യു ദ സ്ട്രെങ്ത്, ദ പേഷ്യൻസ് ആൻഡ് ദ പാഷൻ ടു റീച്ച് ഫോർ ദ സ്റ്റാർസ് ടു ചേഞ്ച് ദ വേൾഡ്. അടുത്തതേതാണ്? വി വാണ്ട് സ്കൂൾസ് ആൻഡ് എഡ്യൂക്കേഷൻ ഫോർ എവറി ചൈൽഡ്സ് ബ്രൈറ്റ് ഫ്യൂച്ചർ. എല്ലാ കുട്ടികളുടെയും ശോഭനമായ ഭാവിക്ക് വേണ്ടി നമുക്ക് വിദ്യാലയങ്ങളും വിദ്യാഭ്യാസവും ആവശ്യമാണ്. വിദ്യാഭ്യാസത്തെക്കുറിച്ച് ഇവിടെ ആരുടെ വാക്കുകളാണുള്ളത്? മണ്ടേലയുടേതാണ്. എന്താണ് പറഞ്ഞിരിക്കുന്നത്? എഡ്യൂക്കേഷൻ ഈസ് ദ മോസ്റ്റ് പവർഫുൾ വെപ്പൺ വിച്ച് യു ക്യാൻ യൂസ് ടു ചേഞ്ച് ദ വേൾഡ്. മണ്ടേല. ആക്ടിവിറ്റി 3. Look at the picture given below. How can you reach Malala? You can reach Malala only if you go through the correct statements from her speech. Find your way. താഴെ തന്നിട്ടുള്ള ചിത്രം നോക്കൂ. മലാലയുടെ പ്രസംഗത്തിൽ നിന്നുള്ള കറക്റ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ്സ് അവിടെ കൊടുത്തിട്ടുണ്ട്. അത് കണ്ടെത്തുന്നതിലൂടെ മലാലയുടെ അടുത്തേക്ക് എത്താൻ സാധിക്കും. നോക്കൂ, ആദ്യം തന്നിരിക്കുന്നത് എന്താണ്? മലാല ഡേ ഈസ് മൈ ഡേ. അങ്ങനെയാണോ മലാല പറഞ്ഞിട്ടുള്ളത്? അല്ല. അപ്പോൾ ആ വഴിയല്ല. പിന്നെയുള്ളത് ഏതാണ്? വി റിയലൈസ് ദ ഇമ്പോർട്ടൻസ് ഓഫ് ലൈറ്റ് വെൻ വി സീ ഡാർക്ക്നെസ്. ഇരുട്ടിലാവുമ്പോഴാണ് നാം പ്രകാശത്തിന്റെ പ്രാധാന്യം മനസ്സിലാക്കുന്നത്. മലാലയുടെ സ്പീച്ചിലുള്ളതാണ്. പിന്നെയോ അടുത്തതിന് എങ്ങോട്ടാണ് പോവേണ്ടത്? അവർ വേർഡ്സ് കാൺട്ട് ചേഞ്ച് ദ വേൾഡ്. നമ്മുടെ വാക്കുകൾക്ക് ലോകത്തെ മാറ്റാൻ കഴിയില്ല എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ശരിയാണോ? അല്ല. അപ്പോൾ അതിലെയല്ല, നേരെ. പിന്നെ ഏതാണ്? പീസ് ഈസ് നെസസറി ഫോർ എഡ്യൂക്കേഷൻ. പറഞ്ഞിട്ടില്ലേ? അതെ, എഡ്യൂക്കേഷൻ ആവശ്യമായിട്ടുള്ള ഒന്നാണ് പീസ്, സമാധാനം. ശരിയാണ്. പിന്നെ ഏതാണ്? എ ഡീൽ ദാറ്റ് ഗോസ് അഗൈൻസ്റ്റ് ദ ഡിഗ്നിറ്റി ഓഫ് വിമൻ ആൻഡ് ദെയർ റൈറ്റ്സ് ഈസ് അൺഅക്സെപ്റ്റബിൾ. ഇതും മലാലയുടെ സ്പീച്ചിൽ പറഞ്ഞിട്ടുള്ളതാണ്. അടുത്തതേതാണ്? ഐ സ്പീക്ക് ഫോർ മൈസെൽഫ്. അങ്ങനെ പറഞ്ഞിട്ടുണ്ടോ? മലാലയ്ക്ക് വേണ്ടിയാണോ സംസാരിച്ചിരുന്നത്? അല്ല. അപ്പോൾ അതല്ല.
അടുത്തതോ, വൺ ചൈൽഡ്, വൺ ടീച്ചർ, വൺ പെൻ ആൻഡ് വൺ ബുക്ക് ക്യാൻ ചേഞ്ച് ദ വേൾഡ് പറഞ്ഞിട്ടുള്ളതാണ്. നൗ write down the correct statements that you found on your way to reach Malala. മലാലയുടെ അടുത്തേക്ക് എത്താൻ നമ്മൾ കണ്ടുപിടിച്ച ശരിയായ സ്റ്റേറ്റ്മെന്റ്സ് താഴേക്ക് എടുത്തെഴുതണം. ഏതൊക്കെയാണ്? We realize the importance of light when we see darkness. Peace is necessary for education. A deal that goes against the dignity of women and their rights is unacceptable. One child, one teacher, one pen and one book can change the world. അടുത്തത് നോക്കാം. Editing. Read the passage given below. There are a few errors in it. They are underlined. ഒരു പാസേജ് തന്നിട്ടുണ്ട്. അതിൽ ചില തെറ്റുകളുണ്ട്. അവ അണ്ടർലൈൻ ചെയ്തിരിക്കുന്നു. തെറ്റ് തിരുത്തി എഴുതുക. വായിച്ചു നോക്കാം. Once upon a time, there lived a lovely princess with fair skin and blue eyes. പ്രിൻസസ് എന്നുള്ള വേർഡാണ് തെറ്റായിട്ടുള്ളത്, അണ്ടർലൈൻ ചെയ്തിട്ടുള്ളത്. എന്താണ് തെറ്റ്? പ്രിൻസസ് എന്നുള്ളതിന്റെ സ്പെല്ലിംഗ് ഏതാണോ? അല്ല, PRINCESS. അതാണ് പ്രിൻസസിന്റെ കറക്റ്റ് സ്പെല്ലിംഗ്. തിരുത്തി എഴുതുക. ഒരിടത്ത് അതിസുന്ദരിയായ നീല കണ്ണുകളൊക്കെയുള്ള ഒരു രാജകുമാരി താമസിച്ചിരുന്നു. She was so fair that she was named Snow White. വളരെ വെളുത്തു സുന്ദരിയായിരുന്നതിനാൽ അവൾക്ക് പേരിട്ടത് എന്താണ്? സ്നോ വൈറ്റ് എന്നാണ്. Her mother dies when Snow White was a baby and her father married again. ഇവിടെ തെറ്റെന്താണ്? ഡൈസ് എന്നുള്ളതാണ് അണ്ടർലൈൻ ചെയ്തിരിക്കുന്നത്. ഡൈസ് എന്ന വാക്കാണ് തെറ്റ്. എന്താണ് കാരണം? ആ സെന്റൻസിന്റെ അർത്ഥം എന്താണ്? ഒന്നുകൂടി ആ സെന്റൻസ് വായിക്കാം. Her mother dies when Snow White was a baby and her father married again. സ്നോ വൈറ്റ് ഒരു ബേബി ആയിരുന്നപ്പോൾ അവളുടെ അമ്മ മരിച്ചു, അവളുടെ അച്ഛൻ വീണ്ടും വിവാഹം ചെയ്തു എന്നല്ലേ? കഴിഞ്ഞുപോയ കാര്യമല്ലേ? സ്നോ വൈറ്റ് കുട്ടിയായിരുന്നപ്പോഴാണ് അമ്മ മരിച്ചത്. കഴിഞ്ഞുപോയ കാര്യം പാസ്റ്റ് ടെൻസ് ആണ്. ഇവിടെ ഡൈസ് എന്നുള്ളത് ഏത് ടെൻസ് ആണ്? പ്രസന്റ് ടെൻസ് ആണ്. അപ്പോൾ ഏത് ടെൻസാ വരേണ്ടത്? പാസ്റ്റ് ടെൻസ് ആണ് എഴുതേണ്ടത്. ഡൈ എന്നുള്ളതിന്റെ പാസ്റ്റ് ടെൻസ് ഏതാണ്? ഡൈഡ് എന്നാണ്. അപ്പോൾ എങ്ങനെ വരും? Her mother died when Snow White was a baby and her father married again. This queen was very pretty, but she was very cruel also. അച്ഛൻ വിവാഹം ചെയ്ത ആ ക്വീൻ, ആ രാജ്ഞി വളരെയധികം സുന്ദരിയായിരുന്നു, പക്ഷേ അവൾ ദുഷ്ടയുമായിരുന്നു. The wicked stepmother wanted to be the more beautiful lady in the kingdom. ഏതാണ് തെറ്റ് കൊടുത്തിരിക്കുന്നത്? മോർ ബ്യൂട്ടിഫുൾ. എന്താണ് കാരണം? ആ സെന്റൻസിന്റെ അർത്ഥം എന്താണ്? അവളുടെ രണ്ടാനമ്മയ്ക്ക് ആ കിങ്ഡത്തിൽ, ആ രാജ്യത്തിൽ വെച്ച് ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ലേഡി ആവണമെന്നാണ് ആഗ്രഹം. മോർ ബ്യൂട്ടിഫുൾ എന്ന് ഉപയോഗിക്കുന്നത് ഒരാളെ മറ്റൊരാളുമായിട്ട് കമ്പയർ ചെയ്യുമ്പോഴാണ്. ഇവിടെ അതാണോ? ഇവിടെ കമ്പയർ ചെയ്യുകയല്ല, മറിച്ച് എല്ലാവരെക്കാട്ടിലും ഏറ്റവും കൂടുതൽ സുന്ദരിയാവണമെന്നാണ് ആഗ്രഹം. അതാണ് ഇവിടെ അർത്ഥം വരുന്നത്. അപ്പോൾ മോസ്റ്റ് ബ്യൂട്ടിഫുൾ എന്നാണ് ഉപയോഗിക്കേണ്ടത്. The wicked stepmother wanted to be the most beautiful lady in the kingdom and she would often ask her magic mirror, "Mirror, mirror on the wall, who is the fairest of them all?" അടുത്ത തെറ്റ് എവിടെയാണ് കൊടുത്തിരിക്കുന്നത്? ഓൾ എന്നുള്ളിടത്താണ്. എന്താണ് ഓൾ തെറ്റാവാൻ കാരണം? നോക്കൂ, ഹൂ ഈസ് ദ ഫെയറസ്റ്റ് ഓഫ് ദം ഓൾ. അതൊരു ചോദ്യമാണ്. ആ ക്വീൻ മിററിനോട് ചോദിക്കുന്ന ചോദ്യമാണ് ഹൂ ഈസ് ദ ഫെയറസ്റ്റ് ഓഫ് ദം ഓൾ. ചോദ്യമാണെങ്കിൽ സെന്റൻസിന്റെ അവസാനം ഫുൾ സ്റ്റോപ്പ് ആണോ വേണ്ടത്? അല്ല, ക്വസ്റ്റ്യൻ മാർക്കാണ് വേണ്ടത്. ഹൂ ഈസ് ദ
ഫെയറസ്റ്റ് ഓഫ് ദെം ഓൾ ക്വസ്റ്റ്യൻ മാർക്ക് ഇടുക. ആ ക്വീനിന് ലോകത്തിൽ എല്ലാവരെക്കാട്ടിലും ഏറ്റവും സുന്ദരിയായിരിക്കണം. അതുകൊണ്ട് അവൾ ഇടയ്ക്കിടയ്ക്ക് അവളുടെ മാജിക് മിററിനോട് ചോദിക്കും, ആരാണ് ഏറ്റവും സുന്ദരിയായിട്ടുള്ളത്? അപ്പോൾ മാജിക് മിറർ എന്ത് റിപ്ലൈ പറയും? ദ മാജിക് മിറർ വുഡ് സേ, യു ആർ, യുവർ മജസ്റ്റി. ബട്ട് വൺ ഡേ ദ മിറർ റിപ്ലൈഡ്, സ്നോ വൈറ്റ് ഈസ് ദ ഫെയറസ്റ്റ് ഓഫ് ദെം ഓൾ. എല്ലാ ദിവസവും മാജിക് മിററിനോട് ചോദിക്കുമ്പോൾ നിങ്ങൾ തന്നെയാണ് സുന്ദരി എന്നാണ് പറഞ്ഞിരുന്നത്. പക്ഷെ ഒരു ദിവസം ചോദിച്ചപ്പോൾ പറഞ്ഞതെന്താണ്? സ്നോ വൈറ്റ് ഈസ് ദ ഫെയറസ്റ്റ് ഓഫ് ദം ഓൾ. സ്നോ വൈറ്റ് ആണ് ഇപ്പോൾ എല്ലാവരെക്കാട്ടിലും സുന്ദരിയായിട്ടുള്ളവൾ. ദ വിക്കഡ് ക്വീൻ വാസ് വെരി ആംഗ്രി. അത് കേട്ടതും ആ ക്വീൻ, ക്രൂരയായ ആ ക്വീന് വളരെ ദേഷ്യം വന്നു. വാട്ട് എ ഫെയർ ലേഡി ഈസ് സ്നോ വൈറ്റ്. അവിടെ കൊടുത്തിരിക്കുന്നത് ഒരു എക്സ്ക്ലമേഷൻ മാർക്കാണല്ലേ. ആ സെന്റൻസ് ആണ് തെറ്റായിട്ട് കൊടുത്തിരിക്കുന്നത്. എന്താണ് അവിടെ തെറ്റ്? സെന്റൻസ് എക്സ്ക്ലമേറ്ററി സെന്റൻസ് തന്നെയാണ്, ആശ്ചര്യവാചകം തന്നെയാണ്. അവിടെ തെറ്റെന്താണ്? ആ സെന്റൻസിന്റെ ഘടനയാണ് തെറ്റ്. വാട്ട് എ ഫെയർ ലേഡി ഈസ് സ്നോ വൈറ്റ് എന്നല്ല, പിന്നെയോ വാട്ട് എ ഫെയർ ലേഡി സ്നോ വൈറ്റ് ഈസ്, അങ്ങനെയാണ് എഴുതേണ്ടത്. She became jealous of Snow White and ordered her huntsman to take Snow White to the forest and kill her. എന്തായി? രണ്ടാനമ്മയായ രാജ്ഞിക്ക് വളരെയധികം അസൂയയായി സ്നോ വൈറ്റിനോട്. അവൾ അവളുടെ ഭടന്മാരോട് എന്താണ് പറഞ്ഞത്? സ്നോ വൈറ്റിനെ ഫോറസ്റ്റിൽ കൊണ്ടുപോയി കൊന്നുകളയാൻ പറഞ്ഞു. I want you to bring back her heart, she ordered. അത് മാത്രമാണോ പറഞ്ഞത്? അല്ല, അവളെ കൊന്നുകളഞ്ഞിട്ട് അവളുടെ ഹൃദയം നിങ്ങൾ എനിക്കായി കൊണ്ടുവരണമെന്ന് കൂടി പറഞ്ഞു. But when the huntsman reached the forest with Snow White, he took pity on her and set her free. അങ്ങനെ ഹൺസ്മാൻ സ്നോ വൈറ്റിനെയും കൂട്ടി ഫോറസ്റ്റിലെത്തി. അവിടെ എത്തിയപ്പോൾ അവർക്ക് സ്നോ വൈറ്റിനോട് ദയ തോന്നി. സ്നോ വൈറ്റിനെ അവർ വിട്ടയച്ചു. He killed a deer and took its heart to the wicked queen and told her that he had killed Snow White. എന്നിട്ട് എന്താ ചെയ്തത്? അവർ ആരെയാണ് കൊന്നത്? ഇവിടെ തെറ്റായി കൊടുത്തിരിക്കുന്നത് DEAR, ഡിയർ എന്ന വാക്കാണ്. അവിടെ അതാണോ വരിക? ഡിയർ എന്നാൽ എന്താണ് അർത്ഥം? പ്രിയപ്പെട്ട എന്നർത്ഥമാണ്. കൊല്ലുന്നത് ആരെയാണ് കാട്ടിൽ? മാനിനെ. ഡീർ എന്നാണ് എഴുതേണ്ടത്. DEER, ഡീർ. ഹി കിൽഡ് എ ഡീർ. ഒരു മാനിനെ കൊന്ന് അതിന്റെ ഹൃദയം എടുത്തു കൊണ്ടുപോയി രാജ്ഞിക്ക് കൊടുത്തിട്ട് പറഞ്ഞു അവർ സ്നോ വൈറ്റിനെ കൊന്നു എന്ന്. സ്നോ വൈറ്റ് വാണ്ടേർഡ് ഇൻ ദ ഫോറസ്റ്റ് ഓൾ നൈറ്റ് ക്രൈയിങ്. രാത്രി മുഴുവനും സ്നോ വൈറ്റ് കരഞ്ഞുകൊണ്ട് കാട്ടിലൂടെ അലഞ്ഞു നടന്നു. എഡിറ്റിംഗ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്? സ്പെല്ലിംഗ് കറക്റ്റ് ആണോ എന്ന് നോക്കണം. ടെൻസ് കറക്റ്റ് ആണോ എന്ന് നോക്കണം. പിന്നെയോ ക്വസ്റ്റ്യൻ ആണെങ്കിൽ ക്വസ്റ്റ്യൻ മാർക്കിലാണോ അവസാനിക്കുന്നത് എന്ന് നോക്കണം. എക്സ്ക്ലമേറ്ററി സെന്റൻസ് ആണെങ്കിൽ എക്സ്ക്ലമേറ്ററി മാർക്കുണ്ടോ എന്ന് നോക്കണം. ഫുൾ സ്റ്റോപ്പ് കഴിഞ്ഞാൽ അടുത്ത സെന്റൻസ് തുടങ്ങുന്നത് ക്യാപിറ്റൽ ലെറ്ററിലാണോ എന്ന് നോക്കണം. പിന്നെ ആരുടെയെങ്കിലും പേര് സെന്റൻസിൽ ഉണ്ടെങ്കിൽ ആ പേരിന്റെ ആദ്യത്തെ അക്ഷരം ക്യാപിറ്റൽ ലെറ്റർ ആണോ എന്നും നോക്കണം. നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോകളും കുട്ടികൾക്ക് ഉപകാരപ്പെടുന്നുവെന്നറിയിച്ച എല്ലാവർക്കും നന്ദി. 1 മുതൽ 7 വരെ ക്ലാസ്സുകളുടെ എല്ലാ വീഡിയോകളും നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോകളും കാണുന്നതിനായി ചാനൽ മെമ്പർഷിപ്പിൽ ജോയിൻ ചെയ്യാം. അതിനായി ചെയ്യേണ്ടത് ഇത്രമാത്രം. സബ്സ്ക്രൈബ് ബട്ടൺ അടുത്തായി ജോയിൻ എന്ന ബട്ടൺ കാണാം. അതിൽ ക്ലിക്ക് ചെയ്യുക. 1ഉം 2ഉം ക്ലാസ്സുകളുടെ വീഡിയോകൾ കാണുന്നതിനായി ഇവിടെ ക്ലിക്ക് ചെയ്യാം. 1 മുതൽ 4 വരെയുള്ള ക്ലാസ്സുകളുടെ വീഡിയോകൾ കാണുന്നതിനായി ഇവിടെ ക്ലിക്ക് ചെയ്യാം. 1 മുതൽ 7 വരെയുള്ള ക്ലാസ്സുകളുടെ വീഡിയോകൾ കാണുന്നതിനായി ഇവിടെ ക്ലിക്ക് ചെയ്യാം. ചാനലിൽ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോകളും കാണുന്നതിനായി ഇവിടെ ക്ലിക്ക് ചെയ്യാം. താങ്ക് യു.